ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. ഈ വർഷത്തെ നാഷണൽ അവാർഡ്സ് ഭയങ്കര സിനിമാറ്റോഗ്രാഫേഴ്സ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആകെ മൊത്തത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയി പോയൊരു ഒരു അവാർഡ്സ് ആയിരുന്നു നാഷണൽ അവാർഡ്സിൽ കൊടുത്തിരുന്നത്. പക്ഷേ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു മൊത്തത്തിലായി തീർച്ചയായിട്ടും വളരെ റെയർ കക്ഷികളെ ഉള്ളൂ അതിനകത്ത് ഭയങ്കര ഡിസേർവ്ഡ് ആയിട്ടുള്ളത്. ഡിസേർവ് ചെയ്ത കുറേ അധികം ആൾക്കാർക്ക് അത് വേറെ മറ്റ് പല മേഖലകളിലും കിട്ടിയിട്ടുമില്ല. ആരെങ്ങനെ ചെയ്താലും ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ അതൊരു ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റുള്ള ഏരിയയാണ്. സിനിമാറ്റോഗ്രാഫിക്ക് എൻ്റെ ഏറ്റവും ലീസ്റ്റ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമിംഗ് പോലും ഇല്ലാത്ത, അതിൻ്റെ ലൈറ്റിംഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു അത്. ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്തതാണ് ആടുജീവിതം. സുനിൽ നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. അതല്ലാതെയും വേറെ ഇഷ്ടം പോലെ സിനിമകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നില്ല? ഏറ്റവും ഫേക്കായിട്ട് ചെയ്ത, ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്ത, ഏറ്റവും വേഴ്സ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തൊരു സിനിമയ്ക്കാണ് അവർ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ വാല്യൂ ഉള്ളത്?